Hello everyone, welcome to this series of lectures of BSA conducted by Lawxygen. I am Leanne Francis, a faculty of Lawxygen. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ലെക്ചർ സീരീസ് ആണ്. BSA അഥവാ ഭാരതീയ സാക്ഷ്യ അധിനിയത്തിലെ എല്ലാ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ലെക്ചർ സീരീസ് ആണ് Lawxygen ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് എന്താണ് BSA എന്ന് പറയുന്നത് എന്താണെന്ന് ഐ ഗെസ് ഓൾ ഓഫ് യു നോ. ഇറ്റ്സ് ആർ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അപ്പോൾ ഇറ്റ്സ് എൻ ആക്ട് ടു കൺസോളിഡേറ്റ് ദി റൂൾസ് ഓഫ് എവിഡൻസിൻ്റെ റൂൾസ് കൺസോളിഡേറ്റ് ചെയ്ത് അമെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്ടാണ് എവിഡൻസ് ആക്ട്. അതൊരു പ്രൊസീജിയറൽ ലോ ആണ്. ഇറ്റ് ഇസ് എ പ്രൊസീജിയർ. എങ്ങനെയാണ് നമ്മൾ എവിഡൻസ് കൊടുക്കേണ്ടത്, തെളിവുകളെ സംബന്ധിക്കുന്ന പ്രൊസീജിയറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊവിഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് എവിഡൻസ് ആക്ട്. അപ്പോൾ എങ്ങനെയാണ് എവിഡൻസ് കൊടുക്കേണ്ടത്, സിവിൽ കേസസിൽ ക്രിമിനൽ കേസസിൽ ഏത് സാഹചര്യങ്ങളാണ് എവിഡൻസ് കൊടുക്കേണ്ടത്, ആർക്കാണ് എവിഡൻസ് കൊടുക്കാൻ പറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന പ്രൊസീജിയറൽ ലോ ആണ് എവിഡൻസ് ആക്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് എവിഡൻസ് ആക്ടിൽ ഏതൊക്കെ പ്രൊവിഷൻസ് ഏതൊക്കെ സബ്സെറ്റ്സ് ആണ് വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ BSA ഭാരതീയ സാക്ഷ്യം അധിനിയം ഇസ് ഡിവൈഡഡ് ഇൻറ്റു 4 പാർട്സ്. നമുക്ക് 4 പാർട്ട് ഉണ്ട്. ദി ഫസ്റ്റ് പാർട്ട് ഇസ് പ്രിലിമിനറി, അതായത് അതിൻ്റെ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻറ്റ്, കമൻസ്മെൻറ്റ്, അതേപോലെ അതിൻ്റെ ഡെഫിനിഷൻ പാർട്ട്, ഇതൊക്കെ പറയുന്ന ഒരു സെക്ഷൻ ആണ് അല്ലെങ്കിൽ പാർട്ടാണ് പ്രിലിമിനറി. അപ്പോൾ ഈ പ്രിലിമിനറിയിലെ ഫസ്റ്റ് സെക്ഷൻ, അതായത് ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻറ്റ് ആൻഡ് കമൻസ്മെൻറ്റിൽ പറയുന്നത് ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇറ്റ് അപ്ലൈസ് ടു ഓൾ ദി പ്രൊസീഡിങ്സ്. ഒരു കോർട്ടിന് മുന്നിലെ എല്ലാ പ്രൊസീഡിങ്സിലും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആപ്ലിക്കബിൾ ആവും, ഇൻക്ലൂഡിങ് കോർട്ട് മാർഷൽസിലേക്കും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആപ്ലിക്കബിൾ ആണ്. പക്ഷേ എവിടെയാണ് ഇത് ആപ്ലിക്കബിൾ അല്ലാത്തതെന്നുള്ള 2 എക്സെപ്ഷൻസും ഈ പ്രിലിമിനറി സെക്ഷനിൽ പറയുന്നുണ്ട്. അതായത് ഇറ്റ് ഡസ് നോട്ട് അപ്ലൈ ടു അഫിഡവിറ്റ്സ്, അതായത് കോർട്ടിന് മുന്നിൽ സത്യവാങ്മൂലം ഒരാൾ സ്വെയർ ചെയ്ത് അല്ലെങ്കിൽ ഓത്തായിട്ട് സ്വെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു അഫിഡവിറ്റിലേക്ക് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആപ്ലിക്കബിൾ അല്ല. ദി സെക്കൻഡ് എക്സെപ്ഷൻ ഇസ് ഇറ്റ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു എ പ്രൊസീഡിങ്സ് ബിഫോർ എൻ ആർബിട്രേറ്റർ. ഒരു ആർബിട്രേറ്ററിന് മുന്നിൽ 2 പാർട്ടീസ് മ്യൂച്വലി കൺസെൻറ്റ് ചെയ്ത് ഒരു ആർബിട്രേറ്ററിന് മുന്നിൽ നടത്തുന്ന പ്രൊസീഡിങ്സിലും ഇന്ത്യൻ എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ BSA ഇസ് നോട്ട് ആപ്ലിക്കബിൾ. ദ നെക്സ്റ്റ് സെക്ഷൻ അണ്ടർ ദി പ്രിലിമിനറി പാർട്ട് സെക്ഷൻ 2 അല്ലെങ്കിൽ നമ്മുടെ ഡെഫിനിഷൻ പാർട്ടാണ് സെക്ഷൻ 2ൻ്റെ അടിയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് നോക്കാം. ദി ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ അണ്ടർ സെക്ഷൻ 2 is conclusive proof. എന്താണ് conclusive proof? അപ്പോൾ conclusive proof means when one fact is declared by this adhiniyam to be conclusive proof of another, the court on the proof of the fact regard to the other as proved and shall not allow evidence to be given for the purpose of disproving it. അപ്പോൾ ഒരു ഫാക്ട് ഓൾറെഡി പ്രൂവ്ഡ് ആണ് എന്ന് കോർട്ട് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട മറ്റൊരു പ്രൂഫ് കൺക്ലൂസീവ് പ്രൂഫായിട്ട് കോർട്ട് ഡിസൈഡ് ചെയ്യും. അത് പിന്നീട് ഡിസ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എവിഡൻസ് കൊണ്ടുവരാൻ സാധിക്കില്ല. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ BSAയിൽ തന്നെയുള്ളൊരു പ്രൊവിഷൻ പറയുന്നത് ഒരു വാലിഡ് മാരേജ്, അതായത് ഒരു ഹസ്ബൻഡും വൈഫും അവരുടെ വാലിഡ് മാരേജിൻ്റെ ടൈമിൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി ലെജിറ്റിമേറ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് എന്നുള്ള കാര്യം ആ കുട്ടിയുടെ ലെജിറ്റിമസിൻ്റെ കൺക്ലൂസീവ് പ്രൂഫാണത്. അവിടെ ഒരു വാലിഡ് മാരേജ് ഉണ്ട്. ആ ഒരു മാരേജ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാരേജ് സബ്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കുട്ടി ആ കുട്ടിയുടെ ലെജിറ്റിമസിന്റെ കൺക്ലൂസീവ് പ്രൂഫാണ്. അത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് പിന്നീട് വേറെ എവിഡൻസസ് കൊണ്ടുവരാൻ സാധിക്കില്ല. അതാണ് കൺക്ലൂസീവ് പ്രൂഫ്. ദി നെക്സ്റ്റ് ഡെഫിനിഷൻ, disproved in relation to a fact means when after considering the matters before it, the court either believes that it does not exist or considers its non-existence so probable that a prudent man ought under the circumstances of the particular case to act upon supposition that it does not exist. Okay, but disproved എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ടിന് മുന്നിലുള്ള ഫാക്റ്റുകൾ അനുസരിച്ച് ഒരു കാര്യം ഇല്ല, അതിൻ്റെ എക്സിസ്റ്റൻസ് ഇല്ല എന്ന് കോർട്ട് ഡിസൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മളത് ഡിസ്പ്രൂവ്ഡ് എന്ന് പറയുക. ദി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ഇസ് ഫാക്ട്. എന്താണ് ഫാക്ട് എന്ന് പറയുന്നത്? ഫാക്ട് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ്. ഇതൊരു കൺക്ലൂസീവ് അതായത് എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ്. ഫാക്ട് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് any state of things or relation of things capable of being perceived by the senses. നമ്മുടെ സെൻസസ് നമുക്ക് കാണാനോ നമുക്ക് കേൾക്കാനോ നമുക്ക് ടച്ച് ചെയ്യാനോ നമുക്ക് ഫീൽ ചെയ്യാനോ ഒക്കെ കഴിയുന്ന നമ്മുടെ സെൻസസ് കൊണ്ട് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഏതൊരു കാര്യങ്ങളും ഏതൊരു സ്റ്റേറ്റ് ഓഫ് തിങ്സും എന്താണ്? ഫാക്റ്റ് ആണ്. ദി സെക്കൻഡ് വൺ, എനി മെൻ്റൽ കണ്ടീഷൻ ഓഫ് വിച്ച് ദി പേഴ്സൺ ഇസ് കോൺഷ്യസ്. അതായത് നമുക്ക് അറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ വേറൊരാൾക്ക് കാണാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് മെൻ്റൽ കണ്ടീഷൻ, അതും ഇസ് എ ഫാക്ട്. ഇപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ സർട്ടൻ തിങ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ സർട്ടൻ ഓർഡർ, നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് അതൊരു സർട്ടൻ ഓർഡറിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇഫ് എ പേഴ്സൺ ഇസ് ഡ്രങ്ക്,
ഇഫ് എ പേഴ്സൺ ഇസ് നോട്ട് ഓഫ് സൗണ്ട് മൈൻഡ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ആളുടെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അത് ഒരു ആളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇസ് ഓൾസോ ഇൻക്ലൂഡഡ് അണ്ടർ ദി ഡെഫിനിഷൻ ഓഫ് ഫാക്ട്. ദി നെക്സ്റ്റ് ഡെഫിനിഷൻ ഇസ് ഫാക്ട് ആൻഡ് ഇഷ്യൂ. Fact and issue means and includes any fact from which either by itself or in connection with other facts the existence or non-existence, nature of extent of any right, liability or disability asserted or denied in any suit or proceeding necessarily follows. അപ്പോൾ ഒരു കേസിൻ്റെ മെയിൻ ആയിട്ടുള്ള സബ്ജക്ട് മാറ്റർ, ആ കേസിൽ ഏതെങ്കിലും ഒരു ലയബിലിറ്റി, ആ കേസിൽ ഏതെങ്കിലും ഒരു റൈറ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ എക്സിസ്റ്റൻസ്, ആ കാര്യമുണ്ട്, ആ കാര്യം ഇല്ല എന്നൊക്കെ പറയാനായിട്ടുള്ള മെയിൻ സബ്ജക്ട് മാറ്റർ ഏത് ഫാക്ട്, ഏത് കാര്യത്തിൽ നിന്നാണോ അറൈസ് ചെയ്യുന്നത് അതാണ് ആ സ്യൂട്ടിലെ അല്ലെങ്കിൽ ആ പ്രൊസീഡിങ്ങിലെ ഫാക്ട് ആൻഡ് ഇഷ്യൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ മർഡേഡ് ബി. അപ്പോൾ ഇതിലെ ഫാക്ട്സ് ഇൻ ഇഷ്യൂ എന്ന് പറയുന്നത് എ കോസ് ബീസ് ഡെത്ത്. എ മർഡേഡ് ബി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു അലിഗേഷൻ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെ ഫാക്ട്സ് ഇൻ ഇഷ്യൂ എ ബിയുടെ ഡെത്ത് കോസ് ചെയ്തോ, എക്ക് അതിനുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നോ, എങ്ങനെയാണ് എ ബിൻ്റെ ഡെത്ത് കോസ് ചെയ്തത്, ഇതൊക്കെയാണ് അതിലെ ഫാക്ട്സ് ഇൻ ഇഷ്യൂ അല്ലെങ്കിൽ മെയിൻ സബ്ജക്ട് മാറ്റർ. എ ബീനെ കൊന്നു എന്നുള്ള ആ ഒരു കാര്യത്തിൻ്റെ എക്സിസ്റ്റൻസ് അത് പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ എ ബീനെ കൊന്നില്ല അതിൻ്റെ നോൺ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യണം, അതാണ് അതിലെ ഫാക്ട് ഇൻ ഇഷ്യൂ വരിക. ദി നെക്സ്റ്റ് ഡെഫിനിഷൻ ഇസ് മേ പ്രിസ്യൂം. വെനെവർ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദിസ് അധിനിയം that the court may presume a fact, it is either regards such fact is proved unless it is disproved or may call for proof of it. അപ്പോൾ ഈ മേ പ്രിസ്യൂം എന്ന് പറയുന്നത് ഒരു മാൻഡേറ്ററി പ്രൊവിഷൻ അല്ല. ഒരു സബ്ജക്ട് മാറ്റർ അല്ലെങ്കിൽ ഒരു ഫാക്ട് ഇൻ ഇഷ്യൂ ഒരു കേസ് കോർട്ടിന് മുന്നിൽ ഉണ്ടാകുമ്പോൾ കോർട്ടിനൊരു ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. അത് വേണമെങ്കിൽ അത് അങ്ങനെയാണ് എന്ന് കോർട്ടിന് പ്രിസ്യൂം ചെയ്യാം, അല്ലെങ്കിൽ അത് അങ്ങനെ അല്ല എന്ന് കോർട്ടിന് പ്രിസ്യൂം ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സം പേഴ്സൺ ഇസ് അലീസ്ഡ് ഓഫ് ഹാവിംഗ് ഇൻ പൊസഷൻ ഓഫ് സ്റ്റോളൻ ഗുഡ്സ്, അതായത് കളവ് പോയ മോഷണ വസ്തുക്കൾ ഒരാളുടെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പോൾ കോർട്ടിന് എന്ത് ചെയ്യാം, അയാളാണ് അത് എടുത്തത്, ദാറ്റ് ഇസ് സ്റ്റോളൻ ഗുഡ്സ്, അത് മനഃപൂർവ്വം അത് അയാൾ അറിഞ്ഞുകൊണ്ട് അയാളുടെ കയ്യിൽ വന്നതാണ് എന്ന് കോർട്ടിന് പ്രിസ്യൂം ചെയ്യാം. പക്ഷെ അതൊരു ഡയറക്ടറി പ്രൊവിഷൻ ആയതുകൊണ്ട്, അതൊരു മാൻഡേറ്ററി പ്രൊവിഷൻ അല്ല, അതൊരു ഡയറക്ടറി പ്രൊവിഷൻ ആയതുകൊണ്ട് കോർട്ട് ക്യാൻ ഈദർ പ്രിസ്യൂം അത് അയാളുടെ അറിവോട് കൂടിയാണ് അവിടെ വന്നതെന്ന് കോർട്ടിന് പ്രിസ്യൂം ചെയ്യാം, അത് അയാളുടെ അറിവോട് കൂടി അല്ല അവിടെ വന്നതെന്നും കോർട്ടിന് പ്രിസ്യൂം ചെയ്യാം. നെക്സ്റ്റ് ഷാൽ പ്രിസ്യൂം. Whenever it is directed by this adhiniyam that the court shall presume a fact, it regards as fact is proved unless and until it is disproved. ഈ BSAന്റെ കീഴിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ഷാൽ പ്രിസ്യൂം എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ കോർട്ട് മാൻഡേറ്ററി ആയിട്ട് ആ ഒരു കാര്യം പ്രൂഫ്ഡ് ആയിട്ട് പ്രിസ്യൂം ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഡൗറി ഡെത്തിൻ്റെ കേസിൽ ആ ഒരു ഫീമെയിൽ വാസ് സബ്ജക്റ്റഡ് ടു ക്രൂവൽറ്റി, അതിനു മുന്നേ ഒരു ഫീമെയിൽ ഒരു ക്രൂവൽറ്റിക്ക് സബ്ജക്റ്റഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഡൗറി ഡെത്ത് ആണ് എന്ന് കോർട്ട് എന്ത് ചെയ്യണം, പ്രിസ്യൂം ചെയ്യണം. ഒരു വാലിഡ് മാരേജ് സബ്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇഫ് എ ലേഡി വാസ് സബ്ജക്റ്റഡ് ടു ക്രൂവൽറ്റി ആൻഡ് ഇഫ് ദാറ്റ് ലേഡി കമ്മിറ്റ് സൂയിസൈഡ്, അത് ആ ഒരു ഫാമിലി, ഹസ്ബൻഡ് ആൻഡ് ഫാമിലി അബേറ്റ് ചെയ്തതാണ്, അവരാണ് അതിൻ്റെ റീസൺ എന്ന് കോർട്ട് മാൻഡേറ്ററി ആയിട്ട് പ്രിസ്യൂം ചെയ്യണം. അങ്ങനെ ചില കേസുകളിൽ ഷാൽ പ്രിസ്യൂം എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഡിസ്പ്രൂവ് ചെയ്യുന്നത് വരെ അത് അങ്ങനെ ആണ് എന്ന് മാൻഡേറ്ററി ആയിട്ട് കോർട്ട് പ്രിസ്യൂം ചെയ്യണം. അപ്പോൾ വി ഹവ് ഡിസ്കസ് ദി ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് അണ്ടർ സെക്ഷൻ 2. അപ്പോൾ പാർട്ട് 1 പ്രിലിമിനറിൻ്റെ അടിയിൽ ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ് ആൻഡ് ഡെഫിനിഷൻ പാർട്ടാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ട് 2 ഓഫ് ദി BSA is relevancy of facts. റെലവൻസി ഓഫ് ഫാക്ടിൻ്റെ അടിയിൽ നമുക്ക് ഒരുപാട് വേറെ സെക്ഷൻസ് വരുന്നുണ്ട്. റെസ്റ്റ് സ്റ്റേ, ആലിബൈ, പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പേഴ്സൺസ് ഹു കനോട്ട് ബി കോൾഡ് ആസ് വിറ്റ്നസസ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ പാർട്ട് 2ൻ്റെ അടിയിൽ വരുന്നുണ്ട്. ആൻഡ് ദ തേർഡ് പാർട്ട് ഇസ് ഓൺ പ്രൂഫ്. ഈ ഓൺ പ്രൂഫിൻ്റെ അടിയിൽ മെയിനായിട്ട് നമ്മൾ ഡോക്യുമെൻ്ററി എവിഡൻസ്, ഓറൽ എവിഡൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രിസംഷൻസ് ആസ് ടു ഡോക്യുമെന്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പാർട്ട് 3 അല്ലെങ്കിൽ ഓൺ പ്രൂഫിൻ്റെ അടിയിൽ വരുന്നത്. ആൻഡ് ദി ലാസ്റ്റ് പാർട്ട് ഓഫ് BSA ഇസ് പ്രൊഡക്ഷൻ ആൻഡ് എഫക്റ്റ് ഓഫ് എവിഡൻസ്. അതായത് എങ്ങനെയാണ്, ആരുടെ ബേർഡൻ ഓഫ് പ്രൂഫ്, ആരാണ് എവിഡൻസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ആരുടെ ബേർഡൻ ആണ്, എസ്റ്റോപ്പൽ, വിറ്റ്നസസ്, ക്രോസ് എക്സാമിനേഷൻ, ചീഫ് എക്സാമിനേഷൻ, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ദി ലാസ്റ്റ് പാർട്ട് ഓഫ് BSA അല്ലെങ്കിൽ പാർട്ട് 4ൻ്റെ അടിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിഡൻസ് ആക്ട് എങ്ങനെയാണ് 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടു. Now we'll just start with the second part of Evidence Act, that is relevancy of facts. I hope everyone is clear about what we've discussed in today's class. Thank you for watching. Please do subscribe our channel Lawxygen for more such videos. Thank you.